ഇന്തിശാറുസ്സിന, വ്യഭിചാരം പ്രചരിക്കും എന്നാണ് അതിനർത്ഥം. വ്യഭിചാരം പ്രചരിക്കും, വ്യഭിചരിക്കുന്നത് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ വ്യഭിചരിത്ത ഓരോ വ്യഭിചാരവും ലോകത്തെ മീഡിയകളിലൂടെ, ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങളിലൂടെ, മനുഷ്യന്റെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു വ്യഭിചാരം തന്നെ ഒരുപാട് ആളുകളിലേക്ക് പരക്കുന്നില്ലേ? ഇന്തിശാറുസ്സിന, വ്യഭിചാരം പരന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യഭിചാരം കോടിക്കണക്കിന് ആളുകളിലേക്ക് പോകുന്നു. ആ രീതിയിൽ വ്യഭിചാരം പരക്കുന്ന രീതിയിൽ മീഡിയകളും നമ്മുടെ ഇന്റർനെറ്റ് പോലും മലീമസമാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ പുലരുകയാണ്. ഇന്തിശാറുസ്സിന, കൊച്ചുമക്കളുടെ കൈകളിൽ പോലും ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ അവർ അനാവശ്യമായത്, കാണാൻ പാടില്ലാത്തത് കാണുന്നൊരവസ്ഥയിലേക്ക് സ്കൂൾ വിദ്യാർത്ഥിനികൾ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് പോലും വ്യഭിചാരത്തിന്റെ സീനുകൾ കാണാത്തവർ കുറവാണെന്ന് സ്കൂളുകളെ ചുറ്റിപ്പറ്റി കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ പറയുമ്പോ എന്തൊരു വലിയ അത്ഭുതമുള്ള കാലം. അതുകൊണ്ടാണ് സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല പെണ്ണുങ്ങൾ ആരുടെ മുമ്പിലാണ് അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കേണ്ടത്? ഒരു പെണ്ണിന്റെ സ്വാഭാവികമായ സൗന്ദര്യം അവരുടെ തലമുടിയോ അല്ലെങ്കിൽ കാലിന്റെയോ കൈയിന്റെയോ ഭാഗങ്ങളോ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമെന്ന് ദീർഘമായ ആയത്തിൽ അല്ലാഹു വിവരിക്കുമ്പോ കുട്ടികളെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ മുമ്പിൽ ഒരു പെണ്ണിന് തലമുടി മറക്കേണ്ടതുണ്ടോ? സ്വന്തം വീടിന്റെ ഉള്ളിൽ ചെറിയ മക്കൾ, അവരുടെ മുമ്പിൽ ഒരു പെണ്ണ് സ്വന്തം മക്കള് അല്ലാത്ത മക്കളുടെ മുമ്പിൽ അവരുടെ കാലിന്റെ ഭാഗം, കൈയിന്റെ ഭാഗം, സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് വെളിവാകുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെ ആളുകളുടെ മുമ്പിൽ അവർക്ക് വെളിവാക്കാൻ പറ്റുമെന്ന് ചോരബന്ധമുള്ള ആളുകളെ പറഞ്ഞിങ്ങനെ വന്നിട്ട് അവസാനം ഖുർആൻ പറഞ്ഞത് അറിയണേ? എന്താ പറഞ്ഞത്? അവിത്ഫിലില്ലദീന ലം യദ്ഹറൂ അലാ ഔറാത്തിൻ നിസാ. കുട്ടികളുടെ മുമ്പിൽ എന്നല്ല പറഞ്ഞത്, വെറും കുട്ടികൾ എന്നല്ല പറഞ്ഞത്. ആര്? എങ്ങനത്തെ മക്കൾ? അല്ലദീന ലം യദ്ഹറൂ അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ. അങ്ങനത്തെ കുട്ടിയുടെ മുമ്പിൽ എന്തുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞു എന്ന് നോക്കിയാൽ, ഒരു വ്യഭിചാരം, പച്ചയായി നടക്കുന്ന വ്യഭിചാരം നടക്കുന്ന സീൻ ഒരു കുട്ടി ഡയറക്റ്റ് കാണുന്ന സാഹചര്യങ്ങൾ കുറവായിരിക്കും. എന്നാൽ ഇന്തിശാറുസ്സിന, വ്യഭിചാരം പ്രചരിക്കുന്ന കാലം എന്നല്ലേ ഹബീബ് പറഞ്ഞത്? മീഡിയകളിലൂടെയാണ് പ്രചരിക്കുന്നത്. കൊച്ചുമക്കളുടെ കൈകളിൽ പോലും, അവരുടെ മൊബൈൽ ഫോണുകളിൽ പോലും ഡാറ്റകളിലൂടെ അവര് ഹറാമായ വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ കണ്ട മക്കളാണെങ്കിൽ, ഒരു പൂർണ്ണ മനുഷ്യന്റെ, അന്യപുരുഷന്റെ മുമ്പിൽ ഒരു പെണ്ണ് ശരീരം മുഴുവൻ മറച്ചു നടക്കേണ്ട വിധത്തിൽ ആ കൊച്ചുമക്കളുടെ മുമ്പിലാണെങ്കിൽ പോലും, വ്യഭിചാരത്തിന്റെ സീനുകൾ കണ്ട മക്കളുടെ മുമ്പിലാണെങ്കിൽ അവർ കുട്ടികളല്ല, അവരെ മുതിർന്നവരെ പോലെ തന്നെ കാണണമെന്ന് പറയാൻ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം നോക്കണം. അന്ത്യനാൾ വരുമ്പോൾ വ്യഭിചാരം കാണാത്ത മക്കൾ കുറവാണെന്ന് അള്ളാഹുവിനറിയാമല്ലോ. അതല്ലേ അള്ളാഹു തആല മക്കളെന്ന് മാത്രം പറഞ്ഞില്ല, എങ്ങനത്തെ മക്കൾ? അല്ലദീന ലം യദ്ഹറൂ അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്തവർ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! അള്ളാഹുവിന്റെ കലാമിന്റെ മഅനവിയായ ഇജാസുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണിത്. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അറിയുമല്ലോ. ഇന്തിശാറുസ്സിന, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, വ്യഭിചാരം അങ്ങ് പരസ്യമാകും, പരസ്യമായ രഹസ്യങ്ങൾ ഉണ്ടാകും. ഓരോ നാടുകളിലും എത്രയോ വ്യഭിചാരത്തിന്റെ കഥകൾ ചെറുപ്പക്കാർക്കിടയിൽ. ആ വീട്ടുകാരി, ഈ പെണ്ണ്, ഈ പരക്കാരത്തി, ആ വീട്ടിലെ ഉമ്മ എന്നൊക്കെ ഓരോരുത്തരെ പറ്റി പല ഗോസിപ്പുകളും പറയുന്ന കൂട്ടത്തിൽ ഓർക്കണമേ, ഖദ്ഫുൽ സാലിഹാത്ത്, ഖദ്ഫുൽ മുഹ്സനാത്ത്. ചാരിത്ര ശുദ്ധിയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രവാസികളായ പാവപ്പെട്ട സുഹൃത്തുക്കളുടെ, പ്രവാസികളായ ആളുകളുടെ, അവരുടെ കുടുംബത്തേക്കൊരു കഴുക കണ്ണ് പായിക്കുന്ന സ്വഭാവം. പ്രവാസികളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോഴേക്കും പർവ്വതീകരിച്ച് നാണം കെടുത്തുന്നത്, പരസ്പരം ഷെയർ ചെയ്യുന്നത്. സൂക്ഷിക്കണേ, 80 അടി വീതം ശിക്ഷ നൽകപ്പെടുന്ന പാതകമാണ് വ്യഭിചാര ആരോപണം ഒരു നിരപരാധിയെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ ആരെ പറ്റി പറയാം? 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ട വിഷയത്തിൽ ജഡ്ജിന്റെ മുമ്പിൽ സാക്ഷി പറയാനല്ലാതെ ഒരു വ്യഭിചാര ആരോപണം പറയാൻ പാടില്ലല്ലോ. വ്യഭിചാര ആരോപണം 4 സാക്ഷികൾ, അതും സത്യസന്ധന്മാർ, കണ്ടിട്ടില്ലെങ്കിൽ മിണ്ടാൻ പാടില്ല. അത്രയും ലാഘവത്തോടുകൂടെ
അവർ ഒരുമിച്ച് നടന്നെന്നോ അവിടെ കണ്ടെന്നോ ഇവിടെ കണ്ടെന്നോ പറഞ്ഞ് വ്യഭിചാര ആരോപണം ചെയ്യുന്നത് സൂക്ഷിക്കണേ, കടുത്ത പാപമാണ്. വല്ലദീന യഖ്ദിഫൂൻ, സത്യവിശ്വാസികളെ സംബന്ധിച്ച് വളരെ മോശമായി ഈ വ്യഭിചാര ആരോപണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ അരികത്ത് കഠിനമായ ശിക്ഷ കിട്ടാൻ കാരണമായ പാതകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യഭിചാരം വർദ്ധിക്കും എന്ന് പറഞ്ഞു പല കാരണങ്ങളാൽ, പല വിധങ്ങളിൽ. നല്ല മക്കൾ അച്ചടക്കത്തോടെ നടന്ന നമ്മുടെ പെൺകുട്ടികളാണ് കോളേജ് ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ ഡിഗ്രിക്കോ പിജിക്കോ പോയി തിരിച്ചു വരുമ്പോഴേക്കും 2 കൊല്ലം മുമ്പ് പോയ മോളല്ല തിരിച്ചു വരുമ്പോ സ്വഭാവത്തിൽ മാറ്റമുണ്ട്, പെരുമാറ്റങ്ങളിൽ മാറ്റമുണ്ട്, അവളുടെ ചിന്താരീതികളിൽ മാറ്റം വന്നിട്ടുണ്ട്. എവിടെന്നാണിത്? നമ്മുടെ ഹോസ്റ്റലുകളുടെ അവസ്ഥകൾ എന്തൊക്കെയാ ഒന്ന് ചിന്തിക്കാറുണ്ടോ? ലക്ഷക്കണക്കിന് രൂപ തന്റെ മോൾക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടി കെട്ടിവെച്ചു കൊടുത്തിട്ട് ആ ക്യാമ്പസിന്റെ അകത്ത് സാംസ്കാരികമായ അവിടുത്തെ ചുറ്റുപാടുകൾ എന്താണെന്ന് ഒന്ന് ചെന്ന് നോക്കുക പോലും ചെയ്യാതെ മാസാമാസം കൃത്യമായി അവരുടെ എത്രയാണോ ഫീസ് അതങ്ങ് ട്രാൻസ്ഫർ ചെയ്യുകയല്ലാതെ തന്റെ മക്കളെ സംബന്ധിച്ച് ഉത്തരവാദിത്വ ബോധമില്ലാത്ത രക്ഷിതാക്കൾ ചിന്തിച്ചു നോക്കണേ. മക്കൾ വ്യഭിചാരത്തിലേക്കും അതുപോലെ പരപുരുഷ ബന്ധങ്ങളിലേക്കും അവർ നീങ്ങുന്നതിന്റെ മുഖ്യമായ കാരണങ്ങൾ അവർ ചെന്നെത്തപ്പെടുന്ന ചുറ്റുപാടുകൾ. അവർ ടൂർ പോകുന്നത്, സ്റ്റഡി ടൂർ എന്ന പേരിൽ പോകുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായപൂർത്തിയായവർ മിങ്കിൾ ചെയ്ത് ഒരുമിച്ചൊരു ബസ്സിൽ ഒരു ഡോമിറ്ററിയിൽ അല്ലെങ്കിൽ ഒരു ലോഡ്ജിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ താമസമുണ്ടായി. അങ്ങനെയൊക്കെ നമ്മുടെ മക്കൾ തിരിച്ചു വരുമ്പോഴാണ് റബ്ബേ 2 കൊല്ലം മുമ്പ് പോയ മോളല്ലല്ലോ റബ്ബേ ഇവൾക്ക് എന്ത് പറ്റി? എത്ര നല്ല കുട്ടിയായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മോൾക്ക് എന്തേ പറ്റിയത്? എന്ത് സംഭവിച്ചു? നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത എത്രയോ തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടില്ലെന്ന് വെക്കാൻ കഴിയുമോ? ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കൾക്ക് കണ്ടില്ലെന്ന് വെക്കാൻ കഴിയോ? വ്യഭിചാരം വർദ്ധിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്ന് ബൈഅത്ത് ചെയ്യുന്നു. യാ റസൂലല്ലാഹ് ഉബായിഉക, അങ്ങയോട് ഞാൻ സത്യം ചെയ്യുന്നു നബിയേ, അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നു നബിയേ. ഹബീബിനോട് ബൈഅത്ത് ചെയ്യുന്ന ഒരു പെണ്ണ് പോലും, ഒരു അന്യ പെണ്ണും ഹബീബിന്റെ കൈ പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. സാന്ദർഭികമായി പറയുകയാണ്. ഹബീബിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് സ്വഹാബിമാർ. ഹബീബായ നബി തങ്ങൾ അമലുകൾ കൊടുത്തിട്ടുണ്ട് സ്വഹാബിമാർക്ക്. സ്വഹാബിമാർ അത് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു ത്വരീഖത്തിന്റെ ശൈഖാണെങ്കിൽ തന്നെയും, എത്ര വലിയ ശൈഖാണെങ്കിൽ തന്നെയും അന്യ പെണ്ണിനെ കാണാനോ അന്യ പെണ്ണിന് കൈ കൊടുക്കാനോ അന്യ പെണ്ണുങ്ങളോട് നിങ്ങൾ നിരന്തരം എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാനോ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സത്യസന്ധന്മാർക്ക് പറയാൻ കഴിയില്ലെന്നോർക്കണം. ഹബീബിനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഹബീബിനെ അങ്ങയുടെ കൈ നീട്ടി തരൂ നബിയെ, ഞങ്ങൾ കൈവച്ച് ബൈഅത്ത് ചെയ്യാം. ലാ ഉസാഫിഹുൻ നിസാ, പെണ്ണുങ്ങൾക്ക് ഞാൻ കൈ കൊടുക്കുകയില്ല, അന്യ പെണ്ണുങ്ങളെ ഞാൻ തൊടുകയില്ല. ഖൗലി ലിമിഅത്തി ഇംറഅത്തിൻ കഖൗലി ലിവാഹിദിൻ മിൻകുന്ന, ഞാൻ 100 ആളുകളോട് ചെയ്യുന്ന ബൈഅത്ത് നിങ്ങളിൽ ഒരാളോട് ചെയ്യുന്ന ബൈഅത്ത് പോലെ നിങ്ങൾ എല്ലാവരോടും ഞാൻ വാക്കാലെയാണ് ബൈഅത്ത് എടുക്കുന്നത്. അന്യ പെണ്ണ് സ്വന്തം ശൈഖാണെങ്കിൽ തന്നെയും ചെന്ന് കാണാനോ അവരെ തൊടാനോ അവർക്ക് വിളിക്കാനോ അവർക്ക് ഫോൺ ചെയ്തിട്ട് സുഖവിവരം അന്വേഷിക്കാനോ ഇൽമിന്റെ മസലകൾ ഒരു പെണ്ണിന് ചോദിക്കാനോ അറിയാനോ ഉള്ളത് അതിന്റെ അർഹരായ ആളുകളോട് അതിന്റെ മിനിമം വാക്കുകളിലുള്ള സംസാരങ്ങളല്ലാതെ അല്ലാഹു അന്യ ഇടപെടലുകൾ അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ഹബീബായ തങ്ങൾ ബൈഅത്ത് ചെയ്യിപ്പിക്കുകയാണ് അവരെ. അലാ അല്ലാ തസ്നീന വഅല്ലാ തുശ്രിക്ന ബില്ലാഹ് വഅല്ലാ തഫ്തരീന ബൈന ഐദീകുന്ന വഅർജുലികുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ നുണ പറഞ്ഞുണ്ടാക്കരുത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ശിർക്ക് ചെയ്യരുത്, ശിർക്ക് വെച്ച് പുലർത്തരുത്, ബഹുദൈവ ആരാധന വെച്ച് പുലർത്തരുത്. പിന്നെ പറഞ്ഞു നിങ്ങൾ മോഷണം ചെയ്യരുത്, പിന്നെ പറഞ്ഞു വ്യഭിചരിക്കരുത്. ആ മഹദി ചോദിച്ചു, യാ റസൂലല്ലാഹ് അതസ്നി ഹുറ, അടിമപ്പെണ്ണല്ലാത്ത പെണ്ണുങ്ങളൊക്കെ വ്യഭിചരിക്കോ നബിയേ? സ്വഹാബിയത്തായ പെണ്ണിന്റെ സംശയം, അടിമകളല്ലേ നബി അതൊക്കെ ചെയ്യുന്നത്? സ്വതന്ത്രകളായ പെണ്ണുങ്ങൾക്ക് വ്യഭിചാരം ചിന്തിക്കാൻ പറ്റുമോ നബിയെ? അതൊക്കെ ബൈഅത്ത് ചെയ്യേണ്ടതുണ്ടോ? സ്വതന്ത്രയായ പെണ്ണുങ്ങൾ ഇതൊക്കെ ചെയ്യുമോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ച ഒരു കാലം ഖൈറുൽ ഖുറൂനിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക.
എന്നാൽ ഏതൊരു നാൾ കഴിയുന്തോറും നമ്മുടെ ഇന്നലത്തേതിനേക്കാൾ നമ്മുടെ ഇന്ന് മോശമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം നടക്കും എന്ന് മാത്രമല്ല ഹബീബ് പറഞ്ഞത്, അബോർഷൻ ചെയ്യും എന്ന് പോലും ഹബീബ് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ അബോർഷൻ ചെയ്യുമെന്ന് ആധുനിക കാലത്ത് തന്നെ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടെത്തിയ അബോർഷൻ, പെണ്ണിന്റെ വയറ് കീറിയിട്ടോ അല്ലാതെയോ ഗർഭമായി കിടക്കുന്ന വ്യഭിചാരത്തിലൂടെ ഗർഭം ധരിച്ച കുഞ്ഞിനെ ഏതെങ്കിലും ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി തള്ളാനോ ആ കുഞ്ഞിനെ കൊന്നുകളയാനോ പോലും മടിക്കാത്ത ഒരു ജീവനുള്ള ശരീരത്തെ വലിച്ചെറിയാൻ പോലും മടിക്കാതെ വ്യഭിചാരം ചെയ്ത പെണ്ണുങ്ങൾ ഭ്രൂണഹത്യകൾ ചെയ്യുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഒന്ന് കേട്ടു നോക്കൂ. 21-ാം നൂറ്റാണ്ടിൽ ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹു നൽകുന്ന വഹയല്ലാതെ എങ്ങനെയാണ് നബി തങ്ങൾ ഇത് പറയുന്നത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ വാക്കുകൾ നോക്കണം. നബി തങ്ങൾ പറയുന്നു, لتؤخذن المرأة فليبقرن بطنها. നബി തങ്ങൾ പറയുന്നു, ഒരു പെണ്ണിനെ കൊണ്ടുവരും, ഫലയുബഖറന്ന ബത്നുഹാ, ആ പെണ്ണിന്റെ വയറ് കീറി മുറിക്കും. നോക്കണം, സർജറി ചെയ്യുന്നതിനർത്ഥം പെണ്ണിന്റെ വയറ് കീറി മുറിക്കും. ഫലയുബഖറന്ന ബത്നുഹാ, എന്തിനെന്നറിയോ? ثم ليؤخذن ما في الرحم, എന്നിട്ട് അവരുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുക്കപ്പെടും. ഫലയുംബദന്ന, ആ കുഞ്ഞുങ്ങളെ എറിയപ്പെടും. എന്തിനെന്നറിയുമോ? മഖാഫത്തൽ വലദി, മഖാഫത്തൽ വലദി, ആ കുഞ്ഞിനെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞ് ജീവിച്ചു നടന്നാൽ എനിക്ക് അപമാനമാകുമെന്ന് കണ്ടിട്ട് വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞിനെ വലിച്ചെറിയാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുവരപ്പെടുകയും, ഹോസ്പിറ്റലുകളിലാകാം, വീടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടുവരപ്പെടും. ഹോസ്പിറ്റലിൽ പോകേണ്ട വാഹനം കയറിയിട്ട് അവിടെ കൊണ്ടുപോയി കിടക്കേണ്ട ഓപ്പറേഷൻ തിയേറ്ററിൽ അവളുടെ വയറ് കീറി മുറിക്കപ്പെടും, അവരുടെ വയറ് കീറി മുറിക്കപ്പെടും. അവരുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ എടുക്കപ്പെടും. നബദ എന്ന് പറഞ്ഞ മൈൻഡ് ചെയ്യാതെ വലിച്ചെറിയുമ്പോഴാ നബദ എന്ന് പറയാ. നബദ ഫരീഖ്, നബദ വളരെ നിസ്സാരമായി തള്ളുമ്പോഴാണ് നബദ എന്ന് പറയാ. ചവറ്റുകൊട്ടയിൽ ചെറിയ പൊതിയിലാക്കി ഏതെങ്കിലും കുറ്റിക്കാടുകളിൽ എവിടെങ്കിലും റോഡരികകളിൽ, എന്നിട്ട് പലരും ആരെങ്കിലും കിട്ടുന്ന സന്നദ്ധ സംഘടനകൾ കൊണ്ടുപോയി വളർത്തുന്ന ഔലാദു സിന, സിനയിൽ ജനിക്കുന്ന മക്കൾ ഇന്ന് ലോകത്ത് വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. വികസിത രാജ്യങ്ങളിൽ കണക്ക് പോലും പറയേണ്ട. അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന മക്കളിൽ 99% മക്കളും ഇന്ന് വികസിത രാജ്യങ്ങളിൽ വ്യഭിചാരത്തിൽ ജനിച്ച മക്കളാണ്. എന്തൊരത്ഭുതം! വ്യഭിചാരത്തിൽ ജനിക്കുന്ന മക്കൾ വർദ്ധിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് പെണ്ണിന്റെ വയറ് കീറി ഓപ്പറേഷൻ ചെയ്ത് വയറ്റിനുള്ളിൽ കിടക്കുന്ന കുട്ടിയെ എന്തിനെടുത്തു കളയണം എന്നറിയുമോ? മഖാഫത്തൽ വലദി, ആ കുട്ടിയെ പേടിച്ചതിന്റെ പേരിൽ, കുട്ടി ജനിച്ചു പോകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ, ആ കുട്ടി ജനിച്ചു പോകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ കുട്ടിയെ വയറ് കീറി പുറത്തെടുക്കുന്ന സർജറി പോലും അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കുമെന്ന് വഹയിന്റെ വെളിച്ചത്തിലാണ് ലോക മുസ്ലിമീങ്ങളുടെ കണ്ണിലുണ്ണിയായ ഈ പരിശുദ്ധമായ മാസത്തിൽ ലോകത്തേക്ക് കടന്നു വന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് ഹബീബിന്റെ വാക്കുകൾ! ഇത് കേൾക്കുമ്പോൾ മുസ്ലിമിന്റെ ഈമാൻ വർദ്ധിക്കണം, മുസ്ലിമിന്റെ വിശ്വാസം രൂഢമൂലമാകണം, മുസ്ലിമിന്റെ വിശ്വാസത്തിൽ ഉറപ്പു വരണം. ഇസ്ലാമിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ നബിതങ്ങൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണത്. അതുകൊണ്ട് കണ്ണു തുറക്കുക. സർവശക്തനായ അള്ളാഹുവിന്റെ ആജ്ഞകളല്ലാതെ ഹബീബ് ലോകത്തോട് പറഞ്ഞിട്ടില്ലല്ലോ. സ്വയിഷ്ടപ്രകാരം സംസാരിക്കുന്നവരല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്ത് കൂടെ ചൊല്ലാനുള്ള സമയമായി അല്ലേ? صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه
ഇനി നിങ്ങളോർക്കെ ചൊല്ലോ, ഞാൻ ഒന്ന് മെല്ലെ പറയാം. അല്ലാഹുമ്മ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി വൽഖൈനാത്ത് വശുർബുൽ ഖുമൂർ. അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ ദീർഘദർശനം ചെയ്തുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ളുഹൂറുൽ മആസിഫ്. ളുഹൂറുൽ മആസിഫ്, മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ, മ്യൂസിക്കിന്റെ ഉപയോഗം വർദ്ധിച്ചു വരും, അത് പ്രകടമാവും. വൽഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ വർദ്ധിക്കും. വശുർബുൽ ഖുമൂർ, മദ്യപാനം വർദ്ധിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. സയകൂനു ഫീ ആഖിരിസ് സമാൻ, അന്ത്യനാളിനോടടുക്കുമ്പോൾ വരാനുണ്ട് ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ. ആകാശ ലോകത്ത് നിന്ന് മഴത്തുള്ളി വർഷിക്കേണ്ടതിന് പകരം ചരൽക്കല്ലുകൾ മഴയായി വർഷിക്കുകയും മനുഷ്യന്റെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാതെയുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ഭൂമി പിളരുകയും അതിനുള്ളിലേക്ക് ആളുകൾ അകപ്പെടുകയും ചെയ്യുന്ന മഹാവിപത്തുകൾ അന്ത്യനാളിന്റെ മുമ്പ് കടന്നു വരും. അവർ ചോദിച്ചു, മത്തായ റസൂലല്ലാഹ്, അത് എപ്പോഴാണ് നബിയെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, ഇദാ ലഹറത്തിൽ മആസിഫു വൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികളും നർത്തകിമാരും നടിമാരും, വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും. ഇത് മുസ്ലിം കുട്ടികളിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് ഇത് വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ തന്നെ എത്ര ടി വി ചാനലുകളാണ്, മലയാളത്തിൽ എത്ര ടി വി ചാനലുകളാണ്. ഈ ചാനലുകളിൽ മനുഷ്യന് ഉപകാരപ്പെടുന്ന നന്മ പറഞ്ഞു കൊടുക്കുന്ന ചാനലുകൾ എത്ര തുലോം വിരളമാണ്. ലോകത്തുള്ള ചാനലുകൾ ലക്ഷക്കണക്കിന് ചാനലുകളാണ് എയർ ചെയ്യപ്പെടുന്നത്. ഇതിലൊക്കെ സിനിമയും മ്യൂസിക്കും ആഭാസങ്ങളുമല്ലാതെ എത്ര നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവയുണ്ട് എന്ന് ചിന്തിച്ചു നോക്കാം. അത് വർദ്ധിക്കുന്നു. നിസ്കരിക്കാൻ നിൽക്കുന്ന സഫുകൾക്കിടയിൽ നിന്ന് പോലും മ്യൂസിക് നമ്മൾ കേൾക്കാൻ ഇടയാവുന്നു. ഒരു മനുഷ്യന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുമ്പോൾ അത് സൈലന്റ് മോഡിലോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫോ ചെയ്യേണ്ടതിന് പകരം ഏതെങ്കിലും ട്യൂണുകൾ, മ്യൂസിക്കുകൾ, പാട്ടുകൾ അതിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ റിംഗ് ടോണുകളാക്കി വെക്കുമ്പോ നിസ്കാരം നടക്കുമ്പോൾ അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ വെച്ച്, പരിശുദ്ധമായ മക്കയിലെ മദീനയിലെ ഹറമുകളിൽ വെച്ച് പോലും മ്യൂസിക് നമുക്ക് കേൾക്കേണ്ടി വരുന്നു. എന്തൊരു വലിയ അപകടം! ഹറമുൽ മക്കി, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ എത്രയോ നേരത്തെ ചെന്ന് ജുമുഅക്കോ മറ്റൊരു സഫ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് അവിടെ ഇരുന്ന് ഒന്ന് എഴുന്നേറ്റ് പോവാൻ പോലും മടിച്ചിട്ട് ഇരുന്ന ഇരിപ്പിൽ ഖുർആൻ ഓതി 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 പരിശുദ്ധമായ കഅബാലയത്തെ കണ്ണു നിറയെ കണ്ട് അവിടെ നിസ്കരിക്കാനിരിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് തൊട്ടരികത്ത് വന്ന് നിൽക്കുന്നവന്റെ മൊബൈൽ ഫോണിൽ നിന്ന് റിംഗ് ടോണുകൾ വരുന്നത്, മ്യൂസിക് വരുന്നത്, പാട്ട് വരുന്നത്. സ്വിച്ച് ഓഫ് ചെയ്യാൻ പോലും അറിയാത്ത ആളുകളാണ് അത് ഉപയോഗിക്കുന്നത്. ഒന്ന് സൈലന്റ് ആക്കാൻ പോലും അറിയാത്തവർ പാട്ട് തീർന്നു നിൽക്കുകയല്ലാതെ നിസ്കാരം ഫസാദാകുന്ന വിധത്തിൽ നമ്മുടെ നിസ്കാരങ്ങൾക്കിടയിൽ പോലും മ്യൂസിക് വർദ്ധിച്ചു വന്നില്ലേ? പള്ളികൾക്കുള്ളിലേക്ക് ഖുതുബ നടക്കുമ്പോൾ, ജുഅ നടക്കുമ്പോ, സുജൂദിലേക്ക് പോകുമ്പോൾ, അത്തഹിയാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ, ഇമാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലും പഴപ്പിക്കുന്ന രീതിയിൽ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ഈ ഉമ്മത്തിൽ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട് എന്ന് നബി തങ്ങൾ പറയുന്നു. അതിലെ ഒരു അത്ഭുതമുള്ള ഹദീസുണ്ട്. നിങ്ങളുടെ തലക്കുമീതെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന കാലം വരും. ഹെഡ്ഫോണുകൾ നമ്മുടെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന വലിയ കനമുള്ള ഹെഡ്ഫോണുകൾ, ബൈക്ക് ഓടിക്കുമ്പോ, സൈക്കിൾ യാത്ര ചെയ്യുമ്പോ, അല്ലെങ്കിൽ വെറുതെ നടക്കുമ്പോ, ജോഗിങ്ങിന് പോകുമ്പോ ഒക്കെ വലിയ ഹെഡ്ഫോണുകൾ തലയിൽ വെച്ചിട്ട്, മ്യൂസിക്കുകൾ വെച്ചിട്ട്, ഹെഡ്ഫോൺ വെച്ചിട്ട് മൊബൈൽ ഫോണിൽ നിന്നോ മറ്റോ പ്ലേ ചെയ്തിട്ട് അവരുടെ തലക്കുമീതെ മ്യൂസിക് കളിക്കുന്ന കാലം വരും. എന്തൊരു അത്ഭുതമാണ് ഈ പ്രയോഗങ്ങളൊക്കെ! ഹെഡ്ഫോൺ അടക്കമുള്ള ഈ സംവിധാനങ്ങളെ കുറിച്ചായിരിക്കുമോ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്? നമുക്കറിയില്ല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മ്യൂസിക്കുകൾക്ക് പകരം പരിശുദ്ധമായ ഖുർആൻ കേൾക്കുവിൻ. അള്ളാഹുവിന്റെ ഖുർആൻ മനോഹരമായി ഓതുന്ന ആയിരക്കണക്കിന് ഖാരിഈങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കണ്ടാൽ, അത് കേട്ടാൽ ഇഷ്ടമാവാത്തവർ ആരുണ്ട്?
എത്ര മനോഹരമാണ് ഖുർആൻ. ഖുർആൻ കൊണ്ട് നിങ്ങൾ മ്യൂസിക്കിന് പകരം കൊടുക്കിൻ വിശുദ്ധ ഖുർആൻ. അത് നിങ്ങളുടെ മധുരം. ആ മധുരം നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മ്യൂസിക്കിനോട് മടുപ്പ് വരും, ഇഷ്ടമില്ലാതെയാവും. TV സെറ്റ് നിങ്ങൾ പൂട്ടിവെക്കണമെന്ന് പറയേണ്ടി വരില്ല. ഖുർആനിന്റെ മധുരം അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റേതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു പ്രത്യേകതയാണ്, അള്ളാഹുവിന്റെ കലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹുവേ, ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാർ മണിക്കൂറുകൾ മ്യൂസിക് കേട്ട് ചെലവഴിക്കേണ്ടതിന് പകരം ആ നേരങ്ങളിലൊക്കെയും അള്ളാഹുവേ നിന്റെ വചനങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ നിന്റെ ഖുർആനുമായി ഒരു അടുപ്പം നീ അവർക്ക് കൊടുക്കണമേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങൾ പറയുന്നു മറ്റൊരത്ഭുതം, ലാ തഖൂമുസ്സാഅ, ലോകാവസാനം നടക്കുകയില്ല, ഹത്താ യതബാഹന്നാസു ബിൽ മസാജിദ്, പള്ളികളെ കൊണ്ട് പള്ളികളുടെ പേര് പറഞ്ഞ് ജനങ്ങൾ അഭിമാനിക്കുന്ന കാലം വരുന്നവരെ. ഞങ്ങളുടെ പള്ളിക്ക് ഇത്ര കോടി ഞങ്ങൾ ചെലവഴിച്ചു എന്ന്, ഞങ്ങളുടെ പള്ളിക്ക് ഇത്രയാണ് ചുറ്റളവെന്ന്. നിസ്കരിക്കാൻ ആ മഹല്ലിൽ ആളുണ്ടോ എന്നതല്ല വിഷയം, നിസ്കരിക്കാൻ അവിടെ മഹല്ലിൽ എത്ര പേരുണ്ട്. ജുമുഅക്ക് പോലും ആളുകളില്ലാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ആകെ ഒരു 1000 ആളുകൾ പോലും നിൽക്കാനില്ലാത്ത സ്ഥലങ്ങളിൽ കോടികൾ ചെലവഴിച്ചു പള്ളിയുണ്ടാക്കാൻ പിരിവ് നടത്തുന്നതും, അതുപോലെയുള്ള വലിയ വലിയ സംഖ്യകളുടെ പേര് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കുന്ന പള്ളി ഇത്ര വലിപ്പമുള്ളതാണ്, ഞങ്ങളുടെ നാട്ടിലെ മഹല്ലിലെ പള്ളി കണ്ടോ അതിന് ഇത്രയാണ് ചെലവിട്ടത്, ഇത്ര കോടി ഞങ്ങൾ ചെലവഴിച്ചു എന്ന് സമ്പത്തിന്റെ പേര് പറഞ്ഞ്, പള്ളിയുടെ മോടിയുടെ പേര് പറഞ്ഞ്, പള്ളിയുടെ ചൊറുക്ക് പറഞ്ഞ്, പള്ളിയുടെ ആർഭാടങ്ങൾ പറഞ്ഞ് ആളുകൾ പരസ്പരം മേന്മ നടിക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ പറയുന്ന മറ്റൊരു അത്ഭുതം കേൾക്കണേ, ലാ തഖൂമുസ്സാഅ, അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ മുമ്പ് നടക്കാൻ പോകുന്നു എന്ന് ഖിയാമത്തിന്റെ അലാമാത്തു സുഗ്റയിൽ. നമ്മുടെ വീടുകൾ മനോഹരമായ വീടുകൾ, അല്ലാഹു അതിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. എന്നാൽ മനോഹരമായ വീടുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന വീടുകൾ അല്ലാഹു തആല ഹറാമാക്കിയതല്ല, പക്ഷേ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. പള്ളികൾ മോടി പിടിപ്പിക്കുന്നത് ഹറാമല്ല, പക്ഷേ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നീണ്ട ബിൽഡിംഗ് എടുക്കുന്ന കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ വരികയും നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് നബിയെ ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിൽ, ചോദിച്ച നിങ്ങളും ചോദിക്കപ്പെട്ട ഞാനും തദ്വിഷയമായി അറിയുന്നവരല്ല. അഖ്ബിർനി അൻ അമാറാതിഹാ, അതിന്റെ അടയാളങ്ങൾ വല്ലതുമുണ്ടോ പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോ أن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان أن تلد الأمة ربتها എന്ന് ആദ്യം പറഞ്ഞു. ഒരടിമ പെണ്ണ് തന്റെ ഉടമസ്ഥയെ പ്രസവിക്കുമ്പോൾ പെൺകുട്ടികൾ ഉമ്മമാരോട് അടിമകളോടെന്ന പോലെ ചോദിക്കുമ്പോൾ, ഉമ്മ അതെടുക്ക്, ഉമ്മ എന്റെ യൂണിഫോം എവിടെ, ഉമ്മ എന്റെ കുപ്പായം എവിടെ, ഉമ്മ എന്റെ ബുക്ക് എവിടെ. ഇത് ചോദിക്കുന്നത് പെൺകുട്ടി സ്വന്തം ഉമ്മയോട്, തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ഉമ്മയോട്, ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെ തന്നെ ഗർഭത്തിൽ ഗർഭം ചുമന്ന് നടന്ന് അമ്മിഞ്ഞ പാല് കൊടുത്ത് രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയോട് കൽപ്പനാസ്വരത്തിൽ, ആജ്ഞാസ്വരത്തിൽ ഒരടിമയോട് തന്റെ ഉടമസ്ഥൻ പറയുന്ന പോലെ സംസാരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അച്ചടക്കമില്ലാത്ത മക്കൾ വരുന്ന കാലം എന്ന് ഹബീബുനാ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം രണ്ടാമത് പറഞ്ഞൊരടയാളമാണിത്. എങ്ങനെ അറബികളായ ആളുകൾ ഒട്ടകങ്ങളെ മേച്ചു നടന്നവർ, ആടുകളെ മേച്ചു നടന്നിരുന്ന ആളുകൾ ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ മത്സരിക്കുന്ന കാലം അത് ലോകത്ത്, അറബ് ലോകത്ത് നിന്ന് പ്രകടമായി കഴിഞ്ഞു. അറബ് ലോകത്ത് സ്കൈ സ്ക്രാപ്പുകൾ എത്രയാണ് വന്നത്, ആകാശചുംബികളായ കൊട്ടാരങ്ങൾ എത്രയാണ് വന്നത്, മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ഹറാമാണോ? ഹറാമല്ല. ദുബൈ അത്വലു ഫിൽ ആലം, ബുർജ് ഖലീഫയുണ്ട്, അത്വലു ഫിൽ ആലം, ലോകത്തെ ഏറ്റവും the tallest man-made tower in the world. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മനുഷ്യനുണ്ടാക്കിയ അക്ബർ ബുർജിൻ ഷയ്യദഹുൽ ഇൻസാൻ, മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും നീളമുള്ള കെട്ടിടം ബുർജ് ഖലീഫയാണ്. അത്വൽ നബി ഞങ്ങൾ പറഞ്ഞ വാക്കെന്താ? യതതാവലൂന ഫിൽ ബുന്യാൻ, നീളമുള്ളത് ഉണ്ടാക്കാൻ ഇവർ മത്സരിക്കും. അത് പക്ഷേ ഹറാമല്ല.
അത് അടയാളമാണ്. മത്സരം നടക്കും. ഇനി മക്കയിൽ ടോൾ ടവറുകൾ വരും എന്ന് ഹബീബുന നബി തങ്ങളുടെ സ്വഹാബി അംർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടുപഠിച്ചൊരു സംഭവം ഇവിടെ വരാൻ പോവുകയാണ്. മക്കയിൽ പോയവർക്ക് കണ്ണു തുറന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില അടയാളങ്ങൾ മുത്തുനബി പറഞ്ഞു. മക്കയിൽ ടണലുകളുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. ടണലുകൾ, കാറുകൾ പോകാൻ, ബസ്സുകൾ പോകാൻ, മലകൾ തുരന്ന ടണലുകൾ. മക്കയിൽ ടണലുകൾ വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് വഴിയെ ചർച്ച വരും ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ അത്ഭുതങ്ങൾ. എന്താ നമ്മളിത് പറയുന്നത്? നമ്മൾ ഇന്ന് അള്ളാഹുവിനോട് അടുത്ത പോലെയല്ല. നമ്മുടെ ഇന്ന് നിന്ന് അള്ളാഹുവിലേക്ക് ഒരു മുഴം കൂടെ കൂടുതൽ അടുക്കുക, പടച്ചതമ്പുരാനിലേക്ക് ഓടിയെടുക്കുക. ഫസീറു ഇലല്ലാഹ് ഫഫിറു ഇലല്ലാഹ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹ അസ്സമാവാതു വൽ അർദ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഓടി വരൂ. എന്താ നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്താണ് അലംഭാവം കാണിച്ചു നിൽക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. മനോഹരമായ വീടുകൾ വെക്കുന്ന കാലം എന്ന് നബി തങ്ങൾ പറയാൻ പോകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനോഹരമായ വീടുകൾ. നമ്മുടെ മാരായമംഗലത്തൊക്കെ അല്ലേ നല്ല ചുരുക്കുള്ള വരകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീടുകളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷേ അതൊരു അന്ത്യനാളിൻ്റെ അടയാളമാണ്. നബി തങ്ങൾ പറയുന്നു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹത്താ യബ്നിയന്നാസു ബുയൂതൻ യുശബ്ബിഹൂനഹാ ബിൽ മറാഹിൽ, ഒട്ടകക്കട്ടിലുകൾ പോലെ മിനുമിനുത്ത വസ്ത്രങ്ങൾ വിരിച്ച വർണ്ണങ്ങളുള്ള രീതിയിൽ ആളുകൾ വീടുകൾ ഉണ്ടാക്കുന്ന കാലം. വേറൊരു റിവായത്തിൽ മുത്തനബി തങ്ങൾ പറയുന്നത് അന്നഹാ തകൂനു കസിയാബിൽ മൻഖൂഷ, എംബ്രോയിഡറി പിടിപ്പിച്ച വസ്ത്രങ്ങളെ പോലെ കാണാൻ അത്രക്ക് ഭംഗിയുള്ള വീടുകൾ, കാണാൻ ഏറ്റവും ചന്തമുള്ള വീടുകൾ, വർണ്ണശബളമായത്, നിറങ്ങൾ ചാർത്തിയത്, പെയിന്റ് അടിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ അർത്ഥം. അങ്ങനത്തെ വീടുകൾ ഉണ്ടാക്കുന്നത്, മനുഷ്യന് പാർക്കാൻ ഉപയോഗിക്കുന്ന വീടുകൾ, വർണ്ണശബളമായ മനോഹരമായ ഒട്ടകക്കട്ടിലുകൾ കണക്കെ അതിലുപയോഗിച്ച തുണികളുടെ അതിലെ നിറങ്ങൾ പോലെ, കസിയാബിൽ മൻഖൂഷ, നെയ്തെടുക്കുന്ന പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങളെ പോലെ ആളുകൾ വീടുകൾ ഉണ്ടാക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മൾ താമസിക്കുന്ന വീട് പോലും, നമ്മൾ ഉണ്ടാക്കുന്ന വീട് പോലും ഒരു പക്ഷേ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ ഒരു അടയാളമായിരിക്കാം. അല്ലാഹു നമുക്ക് ആഫിയത്തും സലാമത്തും തരട്ടെ. ആമീൻ. മഴ പെയ്യുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് ദ്വാരക്കാം. പടച്ചോനെ പറയാ, മഴ കുറച്ചു നേരത്തേക്കൊന്ന് മാറ്റി നിർത്ത്. പടച്ചോനെ, നിങ്ങൾ എൻ്റെ കൂടെ ദ്വാരക്കണം. അല്ലാഹുമ്മ ഹവാലൈനാ ولا علينا اللهم على الآكام والجبال ومنابت الشجر. അല്ലാഹുവേ, നിന്റെ മഴമേഘങ്ങളെ ഞങ്ങൾക്കെതിരായി തരല്ലേ റബ്ബേ. അല്ലാഹുമ്മ അലൽ ആകാമി, പടച്ചവനെ കാടുകളിലേക്ക്, വൽ ജിബാൽ മലകളിലേക്ക്, വമനാബിത്തി ഷജർ കൃഷിയിടങ്ങളിലേക്ക് കൊടുക്കണമേ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് നബിയെ ഞങ്ങൾക്ക് മഴ മതി എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ അള്ളാഹുവിനോടുള്ള അദബ് കൊണ്ട് മഴ വേണ്ട എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞുകൂടാ. റഹ്മത്ത് വരുമ്പോൾ ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയരുത്. ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ റബ്ബേ, ഞങ്ങൾക്ക് പ്രതികൂലമായി വരുത്തല്ലേ എന്ന് ദുആ ചെയ്തു നബി തങ്ങൾ. അല്ലാഹുമ്മ, അതുകൊണ്ട് നമ്മളും ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിത്തി ഷജർ. പടച്ചവനെ നീ കൊണ്ടുപോ കാടുകളിലേക്ക്, നീ കൊണ്ടുപോ പടച്ചവനെ മലമുകളിലേക്ക്, നീ കൊണ്ടുപോ പടച്ചവനെ കൃഷിയിടങ്ങളിലേക്ക്, ഞങ്ങൾക്ക് പ്രതികൂലമായി തരല്ലേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു അത്ഭുതം, സമയം അടുത്തു വരും. സമയം വളരെ പെട്ടെന്ന് വരും. യതഖാറബുസ്സമാൻ, കാലഘട്ടം അടുത്തു വരും. ഫതുസ്ബിഹുസ്സനതു കശ്ശഹരി, ഒരു വർഷം ഒരു മാസം പോലെ തോന്നും.